ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നല്ലൊരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കോംബോ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നെയ്പ്പത്തിലും ചിക്കൻ കറി എന്നിട്ട് ഒരു സ്പെഷ്യൽ ചിക്കൻ കറി എന്നിട്ടാ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നെയ്പ്പത്തിൽ ഉണ്ടാക്കാം. ഇതിന് വേണ്ടിയിട്ട് പുഴുങ്ങലരി എന്നിട്ടാണ് വേണ്ടത്. നമ്മൾ ചോറ് വെക്കുന്ന ഏത് അരി വേണമെങ്കിലും എടുക്കുക, കുറുവരിയോ പൊന്നിയരിയോ ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ 2 കപ്പ് പുഴുങ്ങലരി കഴുകി എടുത്തേക്കിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഒരു 4-5 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ച് എന്നിട്ടാ. ഇനി അതൊന്ന് വെള്ളമെല്ലാം കളഞ്ഞിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 കപ്പ് ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുക. എന്നിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പം നന്നായിട്ട് അരിയൊന്നും വേണ്ട, നല്ല തരിതരിപ്പോട് കൂടി വന്നിട്ട് അരക്കേണ്ടത്. ഒരുപാട് സമയം അരക്കേണ്ട ആവശ്യമില്ല. അപ്പം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ട് എന്നിട്ട് അരച്ചെടുത്തിട്ടുള്ളത്. അപ്പം അരി കണ്ട അധികം അരയാണ്ട് നല്ല തരിതരിപ്പോട് കൂടി വന്നിട്ടുള്ളത്. ഇങ്ങനെ വന്നിട്ട് ഇതിന് വേണ്ടത്. ഇനി ഇതിലേക്ക് ഒറോട്ടിപ്പൊടി എന്നിട്ട് എടുക്കുന്നത് നമ്മുടെ കണ്ണൂർ ഭാഗത്തുള്ള ഒറോട്ടിപ്പൊടി. അപ്പോൾ ഏത് അരി വേണമെങ്കിലും എടുക്കുക, പത്തിരിപ്പൊടി വേണമെങ്കിൽ അതും എടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ടിട്ട് അരിപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പം ഇതിങ്ങനെ ടൈറ്റായിട്ട് വേണം കേട്ടോ. ഈ ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. അപ്പം നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഇങ്ങനെ ഉരുട്ടാൻ പറ്റുന്ന ഒരു ടെക്സ്ചറിലാണ് കേട്ടോ വേണ്ടത്. ഇനി ഇതൊന്ന് ചുട്ടെടുക്കുക. അപ്പം ഞാനൊരു ചെറിയ ബൗളിൽ കുറച്ച് ഓയിൽ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറോ അല്ലെങ്കിൽ വാഴയിലോ വെച്ചിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. കുറച്ച് എണ്ണ കവറിലും കൈമലെല്ലാം തടവിയിട്ട് ഇതിങ്ങനെ ഒന്ന് പരത്തിയെടുക്കുക. വീഡിയോയിൽ കാണുന്നത് പോലെ കുറച്ച് തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച ഓയിലിലേക്ക് വന്നിട്ട് ഇതിട്ട് കൊടുക്കേണ്ടത്. ഇത് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കേട്ടോ ചെയ്തെടുക്കേണ്ടത്. അപ്പം എന്നാലാണ് നെയ്പ്പത്തിൽ നന്നായിട്ടൊന്ന് പൊങ്ങി വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ എണ്ണയിലിട്ടിട്ട് കുറച്ച് സമയം കഴിയുമ്പം തന്നെ ഇത് നന്നായിട്ടൊന്ന് മുകളിലേക്ക് പൊങ്ങി വരും. പൊങ്ങി വന്നു കഴിഞ്ഞാൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം 2 സൈഡും കുക്കായി കഴിഞ്ഞാൽ കോരി മാറ്റാം. ഒരുപാട് സമയമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ മുഴുവനായിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചൂടുള്ള ഓയിൽ ഇട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരുപാട് സമയമൊന്നും വെക്കേണ്ടി വരില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിമ്പിൾ എന്നിട്ട് ഉണ്ടാക്കാൻ നല്ല ടേസ്റ്റ് എന്നിട്ട് കഴിക്കാൻ നല്ല പെർഫെക്റ്റ് റെസിപ്പി എന്നിട്ടാ. ഇനി ഒരു ചിക്കൻ കറീൻ്റെ റെസിപ്പി കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള നേരിയതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 3 അല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ച് തന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ 2 പച്ചമുളക്, കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടൊന്ന് വേവിച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഉള്ളി നന്നായിട്ടൊന്ന് സോഫ്റ്റായി കഴിഞ്ഞാൽ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി എന്നിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് എന്നിട്ട് ഇതെല്ലാം ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതന്നെ കുക്കറിലും ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കുക. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ ചിക്കൻ മസാലപ്പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 1/4 ടീസ്പൂണ് അത് കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, നിർബന്ധമില്ല കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുരുമുളക് കുറച്ച് കൂടുതലിട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് എന്നിട്ട് കറിക്ക്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ 1/2 കിലോ ചിക്കനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ചിക്കനും ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ആ മസാല ചിക്കൻ്റെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് ഇങ്ങനെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. അപ്പം അടിക്ക് പിടിക്കാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇനി തുറന്നിട്ട് അതിലേക്ക് തിളച്ച വെള്ളം എന്നിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് 1 ഗ്ലാസ്. അപ്പം
ചിക്കൻ വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി വീണ്ടും ഇതൊന്ന് അടച്ചു വെച്ചിട്ട് 10-15 മിനിറ്റ് വേവിച്ചെടുക്കുക. അപ്പോൾ അത്രയേ ഉള്ളൂ. അതിന് ലാസ്റ്റായിട്ട് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കുക. ഈ കറി നെയ്പ്പത്തിലിൻ്റെ കൂടെ മാത്രമല്ല പൊറോട്ടക്കും ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കെല്ലാം ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.